കോളേജെല്ലാം ക്രിസ്മസ് ലീവായതുകൊണ്ട് തന്നെ ഇനി മുതൽ 10 ദിവസം തുടർച്ചയായി അവൾ അയാനയുടെ 2 പാർട്ട് ഇടുന്നതാണ്. രാവിലെ 8 മണിക്കൊരു പാർട്ടും രാത്രി 9 മണിക്കും ഒരു പാർട്ട് വീതം അങ്ങനെയായിരിക്കും ഇടുന്നത്. സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായും മറക്കല്ലേ കൂട്ടുകാരെ. അവൾ അയാന പാർട്ട് 8. അങ്ങനെ വൈകുന്നേരം അയാന വീട്ടിൽ വരുമ്പോൾ അപ്പു മുറ്റത്തിരിക്കുന്നുണ്ട്. വീട് പൂട്ടിയിരിക്കുന്നു. ഇതെന്താടാ വീട് പൂട്ടിയിരിക്കുന്നേ? അയാന അവനെ കണ്ടയുടനെ ചോദിച്ചു. ഞാനും ഇപ്പോൾ വന്നേ ഉള്ളൂ ചേച്ചി, ഞാൻ ചേച്ചിയെ കാത്തിരിക്കുവായിരുന്നു. അപ്പോൾ ഷോ ഈ അമ്മ ഇതെവിടെയാ പോയേ? അച്ഛനുണ്ടാവില്ലേ അകത്ത്? അയാന അമ്മു വീണ വീണ ചേച്ചിയെ അമ്മ ഇതെവിടെയാ പോയേ? അമ്മു മോളെ അച്ഛന് പെട്ടെന്ന് നല്ല ചുമയും ശ്വാസം മുട്ടലും വന്നപ്പോൾ നിങ്ങളുടെ അമ്മ വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നോട് കാര്യം പറഞ്ഞു. എൻ്റെ മോനെ ഒരു ആംബുലൻസ് വിളിച്ചു. അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. വീണ അയ്യോ അച്ഛനെന്താ പറ്റിയേ? അപ്പോൾ പേടിക്കാനൊന്നുമില്ല. വീണ ഏത് ഹോസ്പിറ്റലിലേക്കാ? അയാന ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാ പോയേ. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അച്ഛനൊന്നും വരില്ല, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീണ അതെല്ലാം കേട്ടതും അയാനയുടെ ഹൃദയം വേദനയോടെ മിടിക്കുവാൻ തുടങ്ങി. മോനെ അപ്പു നീ ഇവിടെ നിന്നോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ? അയാന ഏയ് ഞാനും വരാം. അപ്പോൾ വേണ്ട അപ്പു, നിനക്ക് എക്സാം അല്ലേ, നീ പഠിക്ക്. വീണ ചേച്ചി അപ്പു ഞങ്ങൾ വരുന്നത് വരെ അവിടെ നിൽക്കട്ടെ? അമ്മു അതിനെന്താ മോനെ, നീ ഇവിടെ വന്നിരുന്നോ? വീണ എന്നാ ഞാൻ പോയിട്ട് വരാം. അമ്മു അവിടെ നിന്നും അവൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് ഓടി. അച്ഛൻ്റെ അവസ്ഥ എന്താകുമെന്നാലോചിച്ചു അവളുടെ കണ്ണുകളെല്ലാം നിറയുന്നത് അവൾ തുടച്ചു മാറ്റി. ഓടി ഓടി അവളുടെ ഹൃദയമിടിപ്പ് ചെവിയിൽ വന്ന് മുട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ടും വെപ്രാളത്തോടെ അവൾ ഓടി. എൻ്റെ ദേവി, നീ ഒരിക്കൽ ഞങ്ങൾക്ക് തിരിച്ചു നൽകിയതാ, ഞങ്ങളുടെ അച്ഛനെ കൈവിടല്ലേ, ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു നൽകണേ ദേവി. കണ്ണീരോടെ അവൾ പ്രാർത്ഥിക്കാനും മറന്നില്ല. പെട്ടെന്നാണ് ആകാശം മൂടി മഴ പെയ്യാൻ തുടങ്ങിയത്. ആ മഴ നനഞ്ഞ് അവളുടെ മേലിൽ വന്ന് വർഷിച്ചു. അവൾ എന്നിട്ടും അപ്പുവിൻ്റെ സ്കൂൾ പടി വരെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഓടിയെത്തി. കിതച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. ബസ്സിന് വേണ്ടി പേടിയോടെ തന്നെ അവൾ കാത്തിരുന്നു. മഴ നന്നായി വർഷിക്കാൻ തുടങ്ങിയിരുന്നു. അത് കണ്ട് ഇതുപോലെ ഒരു മഴയുള്ള ദിവസം സ്കൂൾ യൂണിഫോം ഇട്ട് പേടിയോടെ ഓടിയത് അവളിൽ ഓർമ്മ വന്നു. അതേ തനി ആവർത്തനം. അമ്മു ആത്മ ബസ് വരുന്നതൊന്നും കാണാത്തത് കണ്ട് അവൾക്ക് അവിടെ നിൽക്കാനാവാതെ അവൾ അപ്പുറത്തുള്ള ഓട്ടോ ലക്ഷ്യം വെച്ച് ഓടിയിറങ്ങി. ചേട്ടാ പെട്ടെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പെട്ടെന്ന് പോകുമോ? അമ്മു എന്ത് പറ്റി മോളെ, നീ ആ ഭാസ്കരൻ്റെ മോളല്ലേ? ഓട്ടോ ഡ്രൈവർ അച്ഛന് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്, ഒന്ന് പെട്ടെന്ന് അവിടെ എത്തിക്കണേ. അമ്മ മോൾ പേടിക്കാതെ, നമുക്ക് പെട്ടെന്ന് അവിടെ എത്താം. ഞാനും ഭാസ്കരൻ ഒരുമിച്ച ഈ ഓട്ടോ ഡ്രൈവറായി ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയിലാണ് വയ്യാതെ അവൻ കിടപ്പിലാകുന്നത്. ഓട്ടോ ഡ്രൈവർ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ടെൻഷനോടെ തന്നെ അവൾ ഇരുന്നു. ഹോസ്പിറ്റലിൽ വണ്ടി എത്തിയതും അവൾ പൈസ അയാൾക്ക് നേരെ നീട്ടിയതും വേണ്ട മോളെ, ഞാനും വരുന്നുണ്ട് അകത്തേക്ക്. ഓട്ടോ ഡ്രൈവർ അയാളോട് ഒന്നും പറഞ്ഞു തർക്കിക്കാൻ ടൈമില്ലാതെ അവൾ അകത്തേക്ക് കയറിയോടി. എവിടെയാ എന്താ എന്ന് പോലും അറിയാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ചുറ്റും നോക്കുമ്പോൾ കണ്ടു ഒരു മൂലയിൽ തളർന്നിരിക്കുന്ന അമ്മയെ. അവൾ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മേ അമ്മു. അവൾ അവരുടെ കൈ തൊട്ട് വിളിച്ചതും ആ അമ്മ പതിയെ തലയുയർത്തി നോക്കി. അമ്മുവിനെ കണ്ടതും അമ്മ ഒരു പൊട്ടിക്കരച്ചിലോടെ അവളെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് അവളൊന്ന് ഞെട്ടി. മോളെ. അമ്മ പൊട്ടിക്കരയുന്നതിൻ്റെ ഇടയിൽ അമ്മ വേദനയോടെ അവളെ വിളിച്ചു. അമ്മ അങ്ങനെ കരയാതെ, അച്ഛനൊന്നും സംഭവിക്കില്ല അമ്മേ. അമ്മ അത് കേട്ടതും ഒന്നും കൂടെ ശക്തിയായി അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കണ്ട് ഒരു ഞെട്ടലോടെ അവൾ അവിടെ നിന്നും എണീറ്റു. വീണ ചേച്ചിയുടെ മകൻ ആർക്കെല്ലാമോ ടെൻഷനോടെ വിളിക്കുന്നത് കൂടെ കണ്ടതും അമ്മുവിൽ ടെൻഷനും പേടിയും വന്നു. അവൾക്ക് ഒന്നും മിണ്ടാനാവാതെ അവൾ വേദനയോടെ അവിടെ തളർന്നിരുന്നു. ഇല്ല, എൻ്റെ അച്ഛനെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കില്ലേ, ഞാനൊന്നതല്ല ശരി. അവിടേക്ക് വന്ന ഓട്ടോ ഡ്രൈവറും വീണ ചേച്ചിയുടെ മകനോട് സംസാരിക്കുന്നതും അയാളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതോടെ അവളിൽ എന്തെന്നില്ലാത്ത ഒരു ഭയം ഉയർന്നു വന്നു. കരഞ്ഞിരിക്കുന്ന അമ്മയെ അവൾ വേദനയോടെ നോക്കി. അപ്പോഴേക്കും അവിടെ വീണ ചേച്ചിയും അപ്പുവും ഓടി വന്നു അമ്മുവിൻ്റെ അടുത്തിരുന്നു. ചേച്ചി, നമ്മുടെ അച്ഛൻ. അപ്പോൾ വേദനയോടെ അതും പറഞ്ഞു അവളുടെ തോളിലേക്ക് തലവെച്ചു അവൻ കരയാൻ തുടങ്ങിയപ്പോഴേക്കും അയാന അതേ ഇരുത്തം തന്നെയായിരുന്നു. കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നു. ആ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു ഒഴുകി. പക്ഷേ ചുറ്റും നടക്കുന്നത് പിന്നീട് അങ്ങോട്ട് അവൾ കണ്ടതേ ഇല്ല എന്ന് മാത്രം.
പിന്നീട് അങ്ങോട്ട് ആരെല്ലാമോ വന്ന് അവരെ ഓട്ടോയിൽ കയറി വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുമ്പോഴും അമ്മു സൈലൻ്റ് ആയിരുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്ന അവളെ കണ്ട് എല്ലാവരിലും വലിയ വേദന ഉണ്ടാക്കി. വീട്ടിൽ ഒരു മൂലയിൽ ആ അമ്മ ഇരുന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നിരുന്നു അവർ. അപ്പവും അമ്മയോട് ചേർന്ന് കരഞ്ഞിരിപ്പുണ്ട്. അമ്മു അപ്പോഴും എല്ലാം കണ്ട് ഒന്ന് അനങ്ങുക പോലും ചെയ്യാതിരുന്നു. മീകൾ നിറഞ്ഞ് കവിയുന്നത് മാത്രം മറ്റുള്ളവർ കണ്ടു. അമ്മയെയും കൂടെപ്പിറപ്പിനെയും ഒരു പ്രാവശ്യം അവളൊന്ന് വേദനയോടെ നോക്കി. എന്നും അവരെ സമാധാനിപ്പിക്കുന്ന അവൾക്കിന്ന് അവിടെയൊന്ന് അനങ്ങാൻ പോലുമായില്ല. ആരുമില്ലാതിരുന്ന ആ വീട്ടിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു. ആ രാത്രിയിൽ ആ വീട് ഉറങ്ങിയതേയില്ല. എത്ര നേരം അവൾ അങ്ങനെയൊന്ന് അനങ്ങാതിരുന്നുവെന്ന് അവൾക്കും അറിയില്ല. വീണ പല പ്രാവശ്യം അവൾക്ക് വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. അവൾ അതൊന്നും കുടിച്ചതുമില്ല, അറിഞ്ഞതുമില്ല. അതിൻ്റെ ഇടയിൽ വെള്ള പുതച്ച അച്ഛനെ അകത്തേക്ക് ആളുകൾ കൊണ്ടുവന്ന് കിടത്തുന്നത് അവൾ കണ്ടു. അപ്പോഴും അതേ നോട്ടത്തോടെ തന്നെ അവൾ നോക്കി നിന്നു. അമ്മയും അപ്പവും അച്ഛനെ കണ്ടങ്ങനെ നിലവിളിക്കുന്നുണ്ട്. അവൾ അതെല്ലാം അറിഞ്ഞിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് അർജുനും ലീനയും വരുന്നത്. അച്ഛനെ കണ്ടതും അർജുനും ഭാര്യയും അലറിക്കരയാൻ തുടങ്ങി. എല്ലാവരെയും കാണിക്കാനായിട്ടുള്ള അവരുടെ അഭിനയം കണ്ടിട്ടും അമ്മു ഒന്നും മിണ്ടിയില്ല. അമ്മു, ഇങ്ങനെ ഇരിക്കാതെ മോളെ, നീ ഒന്ന് പൊട്ടിക്കരയണം മോളെ. ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് കരഞ്ഞാൽ പകുതി ഭാരം കുറയും. അവളുടെ ഇരുത്തം കണ്ട് പലരും അവളോട് വന്നു പറഞ്ഞു. അപ്പോഴും അതേ ഇരുത്തം തന്നെയായിരുന്നു. രാവിലെ വിവരമറിഞ്ഞു അവളുടെ ഓഫീസിലെ കൂട്ടുകാരും മായയും അവളുടെ അച്ഛനും അമ്മയും രാധയും നിമിഷയും എല്ലാം വന്നിരുന്നു. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നവരെല്ലാം ഒന്നും മിണ്ടാതെ, ആ കണ്ണുകൾ പോലും ഒന്ന് നിറയാതെ, ചുറ്റുമുള്ളതും ഒന്നും അറിയാതെയുള്ള ഇരുത്തം കണ്ട് വന്നവർ വേദനയോടെ അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ ഒടുവിൽ എല്ലാവരും കൂടെ അവരെയെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി. ചേട്ടൻ കൊടുത്ത ചിതയിൽ യാത്ര പറയുന്ന അച്ഛനെ ഒരു നോക്ക് വേദനയോടെ നോക്കി നിന്നു ആ കുടുംബം. ആളുകളെല്ലാം വേദനയോടെ അവിടെ നിന്നും പതിയെ ഒഴിഞ്ഞു തുടങ്ങി. ആ ചിത കത്തിയമരും വരെ അവൾ വേദനയോടെ നോക്കി നിന്നു. എപ്പോയോ ആരെല്ലാമോ അവളെ പിടിച്ചു എണീപ്പിച്ചു വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്നും ആളുകൾ ഒഴിഞ്ഞു. ആരുമില്ല. ഇടയിൽ എപ്പോയോ എന്തോ ബോധം വന്ന പോലെ ചുറ്റും നോക്കുമ്പോൾ വെള്ളസാരി എടുത്തു നിൽക്കുന്ന അമ്മയെ അവൾ കണ്ടു. അപ്പവും അമ്മയുടെ മടിയിൽ തല വെച്ചുറങ്ങുന്നത് കണ്ടു. അവളുടെ തല അവൾക്ക് നന്നായി വേദനയെടുക്കുന്നുണ്ട്. ഇത്രയും നേരം ചുറ്റുമുള്ളതെല്ലാം ഒരു മരവിപ്പോടെ അവൾ കണ്ട് നിൽക്കുമായിരുന്നു. അത്രയും നേരം കരഞ്ഞു കൂവിയ ഏട്ടത്തിയമ്മ അവരുടെ മുമ്പിലൂടെ ചിരിച്ചു കളിച്ചു ഫോൺ വിളിച്ച് നടക്കുന്നത് കണ്ടിട്ടും അവളൊന്നും മിണ്ടിയില്ല. അത് കാണാൻ കഴിയാതെ ദേഷ്യം വന്നു അവൾ മുറിയിൽ പോയി കിടന്നു. അച്ഛൻ്റെ കൂടെ നടന്നതും ഓടിയതും പല കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ ഓടിമറിഞ്ഞതും അത്രയും നേരം പിടിച്ചു നിന്ന വേദന പുറത്തേക്ക് വന്നു. തലയിണയിൽ മുഖം അമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. അന്ന് ആ വീട്ടിൽ ഇവരാരും ഭക്ഷണം കഴിച്ചതേയില്ല. നീന അവൾക്കും അവനും വേണ്ടതെല്ലാം ഉണ്ടാക്കി കഴിച്ചു. വേദനയോടെ ഇരിക്കുന്ന അമ്മയെയും കൂടപ്പിറപ്പിനെയും ഒരു പുച്ഛത്തോടെ നോക്കി അവനും മുറിയിൽ കിടന്നു. പുറമേ ഉള്ളവരുടെ മുമ്പിൽ വേദന അഭിനയിച്ചു അവർ മുന്നേറിയിരുന്നു. കരഞ്ഞു. എപ്പോയോ അയാന ഉറങ്ങിയിരുന്നു. എപ്പോയോ ഞെട്ടിയെണീക്കുമ്പോൾ അപ്പവും അമ്മയും നല്ല ഉറക്കത്തിലായിരുന്നു. ചേട്ടൻ്റെ മുറിയിൽ നിന്നും അവരുടെ സംസാരവും പൊട്ടിച്ചിരികളും കേട്ടപ്പോൾ അന്നാദ്യമായി അവരോട് ഉള്ളിൽ വല്ലാത്തൊരു വെറുപ്പ് തോന്നി അവൾക്ക്. ഹാളിൽ ഒരു മൂലയിലിരുന്നു ഉറങ്ങുന്ന അമ്മയെ നോക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടതും അവൾക്ക് മനസ്സിലായി അമ്മ ഉറങ്ങിയിട്ടില്ലെന്ന്. അപ്പോഴാണ് ഇന്നലെ മുതൽ ഒന്നും കഴിക്കാത്ത കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. തലക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. ഏട്ടത്തിയമ്മ അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി അതെല്ലാം കേൾക്കാതെ ഇട്ടിരിക്കുന്നത് കണ്ട് ദേഷ്യവും സങ്കടവും എല്ലാം അവൾക്ക് ഒരുമിച്ച് വന്നിരുന്നു. ഒരു ഏട്ടനാണ് പോലും. എപ്പോയോ ദേഷ്യത്തിൽ അത് പിറുപിറുക്കാനും അവൾക്ക് തോന്നി. ഒരു കുടവും കയ്യിലെടുത്തു പോയി വെള്ളം കൊണ്ടുവന്നു. ഏട്ടത്തിയമ്മ വലിച്ചു വാരിയെടുത്തതെല്ലാം അവൾ വൃത്തിയാക്കി. കഞ്ഞിക്ക് വെള്ളം വെച്ചു. പശുക്കളെ ഇന്നും ഇന്നലെയും തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. അവരെല്ലാം കിടന്നു കരയുന്നുമുണ്ട്. ആ വേദനയിലും ആ പശുക്കൾക്ക് വേണ്ടി പുല്ലുകൾ കൊണ്ടുവന്നു കൊടുത്തു. ഇടത്തൂർന്ന് കിടക്കുന്ന മുറ്റവും അവൾ അടിച്ചുവാരി. അതിൻ്റെ ഇടയിൽ അയൽവാസികളെല്ലാം സഹതാപത്തോടെ നോക്കുന്നത് കണ്ടിട്ടും അവൾ കണ്ടില്ലെന്ന് നടിച്ചു. കഞ്ഞിയായതും അപ്പുവിനെയും അമ്മയെയും അവൾ വിളിച്ചുണർത്തി. വാ അമ്മേ, വന്നു കഞ്ഞി കുടിച്ചേ. എനിക്ക് വേണ്ട മോളെ, അമ്മ അവശതയോടെ പറഞ്ഞു. അമ്മ ഇന്നലെ ഒന്നും കഴിച്ചില്ല, എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കമ്മേ. വേണ്ട മോളെ, നമുക്ക് ഒന്നും വേണ്ട അമ്മ.
ഞങ്ങൾക്കിനി കൂട്ട് അമ്മ മാത്രമുള്ളൂ. ആ അമ്മയും ഇങ്ങനെ തുടർന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അമ്മ കണ്ടിട്ടുണ്ടോ? വേദനയോടെ അതും പറഞ്ഞു സങ്കടത്തോടെ അവൾ അടുക്കളയിലേക്ക് പോയി. അപ്പുവും സങ്കടത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. ഇനി നീയും ഭക്ഷണം കഴിക്കാതെ എന്നെ വിഷമിപ്പിക്കാൻ നിൽക്കുവാണോ? ഇല്ല, ഞാൻ കഴിക്കുവാണ്. ചേച്ചിയും വാ. ഇന്നലെ മുതൽ ഒന്നും കഴിക്കാതിരുന്നതല്ലേ ചേച്ചിയും? അപ്പോൾ അവളൊന്ന് മൂളി. അപ്പോഴേക്കും അമ്മയും വേദനയോടെ അങ്ങോട്ട് വന്നു. എൻ്റെ മോളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല മോളെ, അമ്മക്ക് ഒന്നും വേണ്ട എന്ന് തോന്നി. അമ്മ അവളുടെ അടുത്തേക്ക് വന്നു തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വിശന്നിട്ടല്ല, പക്ഷേ നമുക്ക് ഇനിയും ജീവിക്കണ്ടേ? ഇങ്ങനെയൊന്നും കഴിക്കാതെ വയ്യാതെ കിടക്കാനാണോ അമ്മ വിചാരിക്കുന്നേ? അവരുടെ മുമ്പിൽ അവളുടെ കണ്ണുകൾ നിറയാതെ നിൽക്കാൻ അവൾ പലപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അമ്മ വന്നേ ഇരുന്നേ. അമ്മയെയും അപ്പുവിനെയും അവൾ തറയിലിരുത്തി അവളും കൂടെയിരുന്നു. അവർക്കെല്ലാം അവൾ കഞ്ഞി ഒഴിച്ചു കൊടുത്തു. അമ്മ നിറമിയോടെ ഭക്ഷണം കഴിക്കുന്നത് അവൾ നോക്കി നിന്നു. അവളുടെയും വയറ് നിറയുന്ന പോലെ തോന്നി അവൾക്ക്. തുടരും. ഒരു ഇമോഷണൽസ് പോലെ എഴുതിയ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയില്ല. വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫീൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ കേൾക്കുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല.